അപ്പോൾ എന്തായാലും ബ്ലോപ്പുന്തിൻ്റെ ആ അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്തെങ്കിലും അതെനിക്ക് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. സാറ്റിസ്ഫൈഡ് ഇൻ ദ സെൻസ് ആ ഒരു പ്രോഡക്റ്റിന് ഒരു ബാസ് സൗണ്ടൊന്നുമില്ല. കാരണം അത് വളരെ മിനിമലായിട്ടുള്ള, അതിൻ്റെ കോസ്റ്റ് തന്നെ ഏതാണ്ട് 1000 സംതിങ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ബ്ലോപ്പുന്ത് അൺബോക്സ് ചെയ്തെങ്കിലും എനിക്ക് ആ വീഡിയോ മര്യാദയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അതിനെന്തോ ടെക്നിക്കൽ എറർ വന്നു. മൈക്രോഫോൺ ഞാൻ എടുത്ത് കണക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും വോയിസ് ഒന്നും ക്ലിയർ ആയതുമില്ല. അപ്പോൾ എന്തായാലും ലക്കിലി ഞാൻ ആ പ്രോഡക്റ്റ് തിരിച്ചയച്ചു. കാരണം അതെനിക്ക് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ടും തോന്നിയില്ല. കാരണം അൺബോക്സ് ചെയ്തപ്പോഴത്തേക്ക് ക്വാളിറ്റി വൈസ് ആ ഒരു ബ്ലോപ്പുന്തിൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റിയൊക്കെ ഉണ്ട്. പക്ഷേ വളരെ സ്റ്റേഡി ആയിട്ടുള്ള ഡിസൈനൊക്കെയാണ്. പക്ഷേ എങ്കിൽ പോലും അതെന്തോ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എനിക്ക് അത്രത്തോളം ഒരു ബ്ലോപ്പുന്തിൻ്റേതായിട്ടുള്ളൊരു സൗണ്ട് ക്വാളിറ്റി ഫീൽ ചെയ്തില്ല. അതിനൊരു റീസൺ എന്ന് പറഞ്ഞാൽ അതിന് അഡീഷണൽ ബാസ് സപ്പോർട്ടില്ല. അത് ഒരു മിനിമലായിട്ടുള്ളൊരു സൗണ്ടാണ് എന്ന് വെച്ചിട്ട് വോളിയം ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും വളരെ ഒരു ഷ്രില്ലായിട്ടുള്ളൊരു വോയിസാണ് എനിക്ക് അതിനകത്ത് നിന്ന് ഫീൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ടെസ്റ്റ് ചെയ്തില്ല. തുറന്ന് കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ മോശമായിരുന്നു. കാരണം സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള ഗാഡ്ജറ്റ്സ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ മിനിമം നമുക്കത് ഓൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനുള്ള ബാറ്ററി ബാക്കപ്പ് കാണും. പക്ഷേ ഇത് ഒട്ടും ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, അത് ഓണേ ആകുന്നുണ്ടായിരുന്നില്ല. അപ്പോഴവിടെ തന്നെ എനിക്ക് ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ഞാൻ അന്ന് പറഞ്ഞത്, എൻ്റെ വൈഫ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹെഡ്സെറ്റാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പക്ഷേ ഇത് പുള്ളിക്കാരത്ത് യൂസ് ചെയ്തപ്പോൾ ഇത് തല തിരിച്ചങ്ങാണ്ടൊക്കെ ഇട്ടതിൻ്റെ ഫലമായിട്ട് ഇത് കംപ്ലീറ്റ് ഒടിഞ്ഞു പോയി. ഇതുവരെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റീനെ ഒന്നും ഇത് അഫക്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഇതിൻ്റെ വയറൊന്നും ഡാമേജ് ആയിട്ടില്ല. പക്ഷേ ഈ നെക്ക് ബാൻഡ് ഡാമേജ് ആയിപ്പോയി. അത് തിരിച്ചിട്ടതിൻ്റെ ഫലമായിട്ടാണ്. ആളെപ്പോഴും ഇത്തരത്തിലുള്ള കൊച്ചു മണ്ടത്തരങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഇത് തല തിരിച്ചിട്ടതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ ഈ നെക്ക് ബാൻഡ് അങ്ങ് ഒടിഞ്ഞു പോയി. അപ്പോൾ എന്തായാലും ഈ ഓഫറൊക്കെ ആയതുകൊണ്ട് ഒരു അഫോർഡബിൾ പ്രൈസിൽ ഒന്ന് വാങ്ങാമെന്ന് വെച്ചിട്ട് ബ്ലോപ്പുന്തിൻ്റെ വാങ്ങിച്ചതാണ്. അപ്പോൾ ബ്ലോപ്പുന്ത് എനിക്ക് കിട്ടിയത് വളരെയധികം ട്രസ്റ്റഡ് ആണ്. ഇപ്പോൾ നമുക്ക് ഈ തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് എന്നൊക്കെ വാങ്ങുമ്പോൾ ഉള്ളൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ടായിരുന്നാലും ഇത് തിരിച്ചയക്കാൻ പറ്റും. ഇപ്പോൾ പണ്ടൊക്കെ നമ്മളൊരു ഷോപ്പിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചിട്ട് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ മുഖമൊക്കെ കാണുക ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. തിരിച്ചെടുക്കാറുണ്ട് പലരും. പക്ഷേ എങ്കിലും ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ വൺസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വാറണ്ടി കട്ടായി പോയതുപോലെയാണ് അവർ കാണുന്നത്. തിരിച്ചെടുക്കുന്നതിൽ എല്ലാവർക്കും പൊതുവേ ഷോപ്സിൻ്റെ ഒരു മനോഭാവം അങ്ങനെയാണ് കസ്റ്റമേഴ്സിൻ്റെ. പക്ഷേ ഇപ്പോഴൊക്കെ ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ടാവും. കാരണം ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് എന്നൊക്കെ ആളുകൾ വാങ്ങിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ ഫലമായിട്ട് തന്നെ നമ്മുടെ ഷോപ്സിൻ്റെയൊക്കെ ഒരു അപ്രോച്ചൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ഒരു പരിധി വരെ. അപ്പോൾ അങ്ങനെ ഞാൻ ആ ബ്ലോപ്പുന്തിൻ്റെ ഒരു നെക്ക് ബാൻഡ് ഞാൻ തിരിച്ചയച്ചിട്ട് പകരം ഞാൻ സ്കൾകാൻഡിയുടെ ഒരു നെക്ക് ബാൻഡ് വാങ്ങിച്ചു. ജിബ് പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഇപ്പോൾ സ്കൾകാൻഡി എന്ന് പറയുന്നത് ശരിക്കും ഒരു US ബേസ്ഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. സൗണ്ട് എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ വളരെ എക്സ്പെർട്ടീസ് ഉള്ളൊരു ബ്രാൻഡാണ്. അവരുടെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെയാണ്. അപ്പോൾ ഇതിന് വന്നിട്ട് എനിക്ക് 1400 സംതിങ് ആയി. പക്ഷേ ഇതും അത്യാവശ്യം നല്ല കോസ്റ്റ് ഉള്ളതാണ്. ഈ ഓഫറിൽ വന്നതുകൊണ്ട് അത്രയും വില കുറച്ച് കിട്ടിയതാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. നല്ല പാക്കിംഗ് ഒക്കെയാണ്. മൈ ഗോഡ്, ഇതെന്തോ യൂസ് ചെയ്തൊക്കെ നോക്കിയതാണോ എന്ന് അറിയത്തില്ല. ഇതിൻ്റെ കാഴ്ചയ്ക്ക് ഇത് വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയിലാണ്. ഞാൻ കാണിക്കാം. ഇതൊരു പക്ഷേ പാക്ക് ചെയ്ത് പലർക്കും അയച്ച് തിരിച്ചു വന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ അഡ്വാൻറ്റേജിന് ഇങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. കാരണം ഇതുപോലെ ആരെങ്കിലുമൊക്കെ നോക്കിയിട്ട് തിരിച്ചയക്കുന്ന പാക്കുകൾ പിന്നെ കറങ്ങി നമ്മുടെ കയ്യിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഇളക്കിയിരിക്കുന്നു. പ്രൈസ് കണ്ടാണെന്ന് തോന്നുന്നു ഇളക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പാക്കിംഗ് ഒക്കെ വളരെ മോശമാണ്. 2499 ആണ് ഇതിൻ്റെ ആക്ച്വൽ കോസ്റ്റ്. പക്ഷേ ഇതിപ്പോൾ ഹാഫ് പ്രൈസ് കിട്ടി. ചിലപ്പോൾ ഇത്തരത്തിൽ ഇരുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് ഇത്രത്തോളം കുറഞ്ഞത്. ഇപ്പോഴും പ്രൈസിൽ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഇന്നാളും എടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഇത് റെഡ് കളറാണ്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്റ്റേഡി ആയിട്ടുള്ള ഡിസൈനാണ്. പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റ്സ് ഒന്നും വരത്തില്ലെന്നാണ് പറയുന്നത്. കാരണം അത്ര ഹാർഡായിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ കഥയൊന്നും പറയേണ്ട, നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. പക്ഷേ ഈ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കിത് തിരിച്ചു വിടാം. അതാണ് ആമസോണിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. ആമസോൺ എന്നല്ല, ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയാലും അങ്ങനെ ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. അവസ്ഥ കുറച്ച് പരിതാപമാണ്. എന്തായാലും ഇത് വർക്കിംഗ് കണ്ടീഷൻ ആയിരുന്നാൽ മതിയായിരുന്നു. കാരണം ഇത് കമ്പനിയുടെ സീലിംഗ് ഒക്കെ മാറ്റിയിട്ട് അവർ തന്നെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിരിക്കുകയാണ്. ഈ കോസ്റ്റ് കുറഞ്ഞുള്ള സാധനങ്ങളുടെ അപ്പുറം ഒന്ന് പോയാൽ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് നോക്കാം. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി
ഇതെങ്ങനെയൊക്കെ ഇരുന്നാലും ഇതിന് കംപ്ലയിൻസ് ഒന്നും വരാത്തൊരു പ്രോഡക്റ്റാണ്. അതാണ് എനിക്കൊരു പ്രതീക്ഷ ഉള്ളത്. യെസ്, അകത്തെ സാധനം നല്ല പെർഫെക്റ്റാണ്. കാണിക്കാം. അകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ട് കാണുന്നില്ല. എന്തായാലും ഇത് നമുക്ക് ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ഇത് ഓണാവുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ. പക്ഷെ കാഴ്ചയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നല്ല സ്റ്റേഡി ആയിട്ടുള്ള ഡിസൈനാണ്. കാരണം ഈ റബ്ബർ ബുഷൊക്കെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റഫാണ്. ഇത്തിരി നാൾ ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു ഡിസൈനാണ്. എന്തായാലും നമുക്കിതൊന്ന് അഴിച്ചെടുക്കാം. ഇവരുടെ ഒരു ലോഗോ ആണ് സ്കൾകാൻഡിയുടെ. നല്ല ടഫാണ് സാധനം, നല്ല റോക്ക് സോളിഡ് ആണെന്നൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ടാങ്കിൾ ഫ്രീ ആണ്. അതുപോലെ നമുക്ക് ഇതുപോലെ ചുരുട്ടി കൂട്ടി വയ്ക്കാം. മറ്റേലാണെന്നുണ്ടെങ്കിൽ ആ നെക്ക് ഇങ്ങനെ വളച്ചൊന്നും വെക്കാൻ പറ്റത്തില്ല. നെക്ക് പെട്ടെന്ന് ഒടിയുകയും ചെയ്തു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ഹാൻഡി ആയിട്ട് നമുക്ക് പോക്കറ്റിൽ ചുരുട്ടി കൂട്ടി, നല്ലപോലെ ചുരുട്ടി കൂട്ടിയാലും ഒന്നും സംഭവിക്കത്തില്ല. നല്ല ചുരുട്ടി കൂട്ടി വിട്ടാലും കുഴപ്പമൊന്നുമില്ല. അതിനൊരു കംപ്ലയിൻറ്റ്സും വരുന്നില്ല. എന്തായാലും നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന ഓൺ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇവിടെ ഒരു LED ഉണ്ട്. യെസ്, ബാറ്ററി കുറച്ച് ഡൗൺ ആയിരിക്കണം, അതുകൊണ്ടാണ് ആ റെഡ് ബട്ടൺ വരുന്നത്. ബാക്കി എവറിത്തിങ് പെർഫെക്റ്റ് ആണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇതിനോടൊപ്പം ചെവിയിലിടുന്ന ബഡ്സ് ഉണ്ട്. അതുപോലെ ആ ഒരു ക്യാപ്പും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതെന്ത് സാധനമാണോ? അൺബോക്സ് ചെയ്ത് നോക്കാം. യൂസർ ഗൈഡ്, കുറച്ച് വിശാലമായിട്ടുള്ള യൂസർ ഗൈഡാണ്. കുറച്ച് ലെങ്തി ആയിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ഇതിനകത്തുണ്ട്. ഫങ്ഷൻസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഞാനതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ സാധാരണ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഫസ്റ്റ് ഇനേബിൾ ചെയ്ത് എടുക്കുന്ന കണക്കല്ല. ഇതിൽ ജസ്റ്റ് ഇതിങ്ങനെ ഞെക്കിയൊക്കെ വെച്ചേക്കണം, എന്നാൽ മാത്രമേ ഇത് കാണിക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ബ്ലൂടൂത്ത് എനേബിൾ ചെയ്യുമ്പോഴത്തേക്ക് ഡിറ്റക്ട് ചെയ്ത് കാണിക്കണം. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും കാണിച്ചില്ല. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് ടാപ്പ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അത് കണക്റ്റഡ് ആയത്. ഞാനിത് കംപ്ലീറ്റ് വായിച്ച് നോക്കിയതും ഉണ്ടായിരുന്നില്ല. ഇവർക്കെന്തോ ഇവരുടെ ഫംഗ്ഷനിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും കണക്റ്റഡ് ആയി. എന്തായാലും ഇതിൻ്റെ ക്വാളിറ്റിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റൈറ്റ്, ഇതിലിങ്ങനെ ഒരു റബ്ബർ ബുഷും കൂടെ അഡീഷണലുണ്ട്. അത് കുറച്ചും കൂടെ ചെവിയിൽ ഹോൾഡായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലായിടത്തും ഇവരുടെ ലോഗോ ഉണ്ട്. നോക്കി, ഈ ഒരു ബഡിൽ വരെ അവർ കൊണ്ടുപോയി ലോഗോ ഇംപ്രിൻറ്റ് ചെയ്തിരിക്കുന്നു. തലയോട്ടിയാണ് ഇവരുടെ ഒരു എംബ്ലം. അപ്പോൾ ഇവരുടെ വളരെ സിഗ്നേച്ചറായിട്ടുള്ള സൗണ്ടാണെന്നൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യൂഷ്വലി കേൾക്കുന്ന പാട്ടുകൾ ആമസോണിൽ നിന്ന് എടുത്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലപ്പോൾ അഡീഷണൽ ബാസൊന്നും ഇല്ല. പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ സൗണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ഹെഡ്സെറ്റ്സുമായിട്ടൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്ത ഒന്നുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാനേ പറ്റുന്നില്ല. അത്രയ്ക്ക് ഭയങ്കര ഒരു സൗണ്ട് ക്വാളിറ്റിയാണ്. അപ്പോൾ ഞാനിതിൻ്റെ കുറേ റിവ്യൂസൊക്കെ കണ്ടു നോക്കിയായിരുന്നു. അപ്പോൾ ഒരു ഫോറിനർ പറയുന്നുണ്ടായിരുന്നു ആപ്പിളിൻ്റെ ഇയർപോഡ്സിനേക്കാളും ഭയങ്കര ഒരു സൗണ്ട് ക്വാളിറ്റി ഇതിനുണ്ടെന്നുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു റിവ്യൂ കൂടെ കണ്ടത് യൂട്യൂബിൽ കണ്ടുകൊണ്ടാണ് ഞാനിത് ശരിക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കേട്ടിട്ടുണ്ട് സ്കൾകാൻഡി വളരെ സിഗ്നേച്ചറായിട്ടുള്ള അവരുടെ ഒരു സൗണ്ട് ക്വാളിറ്റി ഭയങ്കരമാണ്. കാരണം അതുകൊണ്ടാണ് ഇത്രയും കോസ്റ്റ്. പിന്നെ ബിൽ ക്വാളിറ്റി ഭയങ്കരമാണ്. നമ്മൾ സാധാരണ ഹെഡ്സെറ്റ്സിലൊന്നും കാണുന്ന ഒരു തരം ഒരു ബിൽ ക്വാളിറ്റി ഒന്നുമല്ല. വളരെ ടഫായിട്ടുള്ളൊരു ഡിസൈനാണ്. നല്ല മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ളത്. കാരണം ഞാൻ സാധാരണ ഹെഡ്ഫോൺസൊക്കെ ഇത്രയും ചെറുതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് എനിക്ക് ശരിക്കും ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ദിസ് വാസ് അമേസിങ്.
കാരണം ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ശരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കേണ്ടതാണ്. ഇപ്പോൾ സ്കൾക്കാൻഡി എന്തായാലും സ്കൾക്കാൻഡി തന്നെ, നമ്മുടെ തല തെറിക്കുന്ന സൗണ്ട് തന്നെ. ഇപ്പോൾ ഇങ്ങനെയുള്ള ഹെഡ്സെറ്റ്സിൽ നമ്മൾ പാട്ട് കേട്ട പെട്ടെന്നൊന്നും അത് മടുക്കത്തില്ല, അത്ര നല്ല രസമാണ്. അത് കേട്ട് കേട്ട് ഇരുന്ന് പോകും നമ്മൾ, അത്രയ്ക്ക് ക്വാളിറ്റിയാണ്. വളരെ എർഗണോമിക്കലി, വളരെ ചെറുതായതുകൊണ്ട് തന്നെ ചെവിയുടെ ഇന്നർ ഇയറിനകത്ത് കയറി പോകുന്നത്. പിന്നെ ആ സൗണ്ട് ക്വാളിറ്റി എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും ഇതിൻ്റെ ഫാനായിപ്പോയി. എനിക്കിപ്പോൾ ഇത് തന്നെ ഒന്നും കൂടെ വാങ്ങിച്ചാൽ മതിയായിരുന്നെന്ന് തോന്നുന്നു. കാരണം അത്ര നല്ല സൗണ്ട് ക്വാളിറ്റിയാണിത്. എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാലേ ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഓസം, സൂപ്പർ ഓസം. ഇളയൊന്നും വീഴത്തില്ല. കാരണം ഇത് ശരിക്കും നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യാൻ, ജിമ്മൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യത്തക്ക വിധത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ സ്വെറ്റ് പ്രൂഫാണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഒരു പരിധി വരെ. P6 എങ്ങാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എങ്കിലും വളരെ ടഫായിട്ടുള്ള ഡിസൈനാണ്. നമുക്കിപ്പോൾ ഇത്തരത്തിലുള്ള അതുപോലെ 2 ഇയർ വാറൻറ്റി ഉണ്ട്. കേബിൾ സെക്യൂർ ചെയ്യത്തക്ക വിധത്തിലുള്ളൊരു ക്ലിപ്പും കൂടെ ഉണ്ട്. അതിനകത്ത് എന്തോ ഒരു അഡീഷണൽ ആയിട്ടൊരു സാധനം കണ്ടായിരുന്നു. ഇതിങ്ങനെ കേബിളിനെ സെക്യൂർ ചെയ്ത് വയ്ക്കാം. അതിനകത്ത് ഒരു ലോഗോ അടിച്ചിട്ടുണ്ട്. ഇതുപോലെ പിൻ ചെയ്തൊക്കെ വയ്ക്കാനായിരിക്കാം. അതുപോലെ ഒരു 2 പെയർ ജെൽസുകളുണ്ട്. അതിനകത്തും ഞാൻ ആ പറഞ്ഞ ലോഗോ അതിനകത്ത് എംബോസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും 1500 വളരെ വാല്യുബിൾ ആയിട്ടുള്ള, വളരെ വർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു. ഇതിൻ്റെ മോഡൽ വന്നിട്ട് വയർലെസ് ജിബ് പ്ലസ്. നല്ല സ്റ്റേഡി ആയിട്ടുള്ള ഡിസൈൻ. പിന്നെ സൗണ്ടിൻ്റെ കാര്യത്തിൽ പറയേണ്ടതില്ല. കാരണം ഞാൻ ഏതൊരു പ്രോഡക്റ്റ് ആയിരുന്നാലും കുറച്ച് നാൾ യൂസ് ചെയ്താലേ ഒരു റിവ്യൂ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എത്താറുള്ളൂ. പക്ഷേ ദിസ് വൺ വാസ് റിയലി അമേസിങ്. ഭയങ്കര സൗണ്ട് ക്വാളിറ്റിയാണ്. അതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് ചെവിയിലിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു ഫുൾ റിവ്യൂ തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ചെറിയൊരു ഷോർട്ട് പീരിയഡിൽ റിവ്യൂ ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ഒരു പ്രോഡക്റ്റാണിത്. ഫസ്റ്റ് പ്ലോപ്പുന്തിൻ്റെ റീസെൻ്റായിട്ട് ഞാൻ ചെയ്ത ഒരു ചെറിയൊരു ബഡ്സ്, ആ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണാം. അത് വളരെ വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ചും കൂടെ വാല്യൂ ഫോർ മണിയാണ് ഈ ഒരു പ്രോഡക്റ്റ്. സാധാരണ ഇത്തരത്തിലുള്ള ഹെഡ്സെറ്റ്സ് എല്ലാം ഇങ്ങനെ അട്രാക്റ്റഡ് ആയിട്ട് 2 മാഗ്നറ്റ്സ് വെച്ച് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇളകി വീഴാതിരിക്കാനുള്ള ഒരു സെക്യൂർ ഫിറ്റ് ആക്കുന്നതാണ്. പക്ഷേ ഇതിൽ അത്തരത്തിലുള്ള ഒരു മാഗ്നറ്റിസം ഇല്ല. പക്ഷേ എങ്കിലും ഇതിലിങ്ങനെ ഒരു അഡീഷണൽ ഒരു ലോക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കിങ്ങനെ സെക്യൂർ ചെയ്ത് വെക്കാം. അതിനായിട്ടാണ് ഈ ഒരു സാധനം. എനിക്കിത് ആദ്യം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ മനസ്സിലായി. കാരണം ഇതിന് ഇങ്ങനെ ഒരു മാഗ്നറ്റിക് സെക്യൂരിറ്റി ഫിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് സെക്യൂർ ചെയ്ത് വെക്കാനായിട്ടില്ല. എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അറിയാതെ ഇത് ഇളകി വീഴാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. നമ്മൾ വല്ല വർക്കൗട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഇളകി വീണ നമ്മൾ അറിയത്തില്ല. കാരണം ഇതിന് ഈ ഒരു ഇവിടുത്തെ ഒരു ബാൻഡ് വളരെ ഒരു ഇലാസ്റ്റിക് ആയതുകൊണ്ടും വളരെ സോഫ്റ്റ് ആയതുകൊണ്ടും തന്നെ ചരിഞ്ഞൊക്കെ വീണു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വീണാൽ ഇത് ഇളകി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെക്യൂരിറ്റിയാണ് ഈ ഒരു ക്ലിപ്പ്. അപ്പോൾ അതിൽ വരെ ആ ലോഗോ അവർ എംബോസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ ഒരു രസകരമായിട്ടുള്ള ഇതിൻ്റെ ഒരു സൗണ്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാനിതുവരെ ഹെഡ്സെറ്റ്സിലൊന്നും ഫീൽ ചെയ്യാത്ത തരത്തിലുള്ള, ഞാൻ പല ഹെഡ്സെറ്റ്സും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാത്തിലും ഒരു ബാസ് എഫക്റ്റ് കാണും. പിന്നെ ആ ഒരു ഇപ്പോഴത്തെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മ്യൂസിക്കിൻ്റെ ഒക്കെ അതായിട്ടുള്ളൊരു ക്വാളിറ്റി. കാരണം എല്ലാം ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസും ആ ഒരു ഡിജിറ്റൽ എഫക്റ്റ് എല്ലാത്തിനും എല്ലാ പാട്ടുകൾക്കും വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് എല്ലാ ഹെഡ്ഫോൺസും ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. പക്ഷേ എങ്കിലും ഇതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവരുടേതായിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി. അതിൻ്റെ പിന്നിൽ എന്തായാലും അവർ കുറേ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത് സൗണ്ട് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഒരുപാട് മ്യൂസിഷ്യൻസുമായിട്ടൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സൗണ്ട് ഡിസൈനിങ് സ്റ്റുഡിയോ ഒക്കെയാണ് അവർക്കുള്ളതെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇന്നലെ കുറേ ഇതിനെക്കുറിച്ച് വായിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സൗണ്ട് തന്നെയാണ്. ഇപ്പോൾ സ്കൾക്കാൻഡിയുടെ പ്രോഡക്ട്സ് കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് ഞാനിങ്ങനെ നോക്കിയൊക്കെ, നമ്മൾ അത്രയും കോസ്റ്റ് കാണുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിലോട്ട് അപ്രോച്ച് ചെയ്യത്തില്ല. പക്ഷേ എങ്കിലും ഇറ്റ്സ് വെരി യുണീക്ക് ഇൻ സൗണ്ട് ക്വാളിറ്റി. പിന്നെ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി അത്രയ്ക്ക് നല്ല സോളിഡാണ്. ഒരിക്കലും പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റ് വരത്തില്ല. കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സൂപ്പർബായിട്ടുള്ളൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. കാരണം നല്ല സ്ട്രോങ് ആണ് ഡിസൈനൊക്കെ. ചുരുട്ടിക്കൂട്ടി നമുക്ക് പോക്കറ്റിലിടാം, ഒരു കംപ്ലൈൻസും വരത്തില്ല. സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് അത് വളരെ ഒരു ലോക്കലി ഉള്ള റബ്ബറായിരിക്കും. പക്ഷേ ഇതിൽ നല്ല സ്റ്റേഡി ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള റബ്ബറാണ് ഇതിനകത്ത് മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവരുടെ ഒരു സൗണ്ട് എക്സ്പീരിയൻസ് ശരിക്കും ഭയങ്കര, ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു എഫക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് സൂപ്പർ ഹൗസാണ് ശരിക്കും. അപ്പോൾ എന്തായാലും മറ്റൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ജെന്യൂൻ റിവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡ്രൈവർ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ ഒക്കെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.